തീരദേശ മണൽ പ്രദേശത്തെ രാമച്ച കൃഷി. തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ചാവക്കാട് മുതൽ പുതുപ്പൊന്നാനി വരെ തീരപ്രദേശം വഴി സഞ്ചരിച്ചാൽ സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ കാണാത്ത വേറിട്ട ഒരു കാർഷിക സംസ്കാരം കാണാം. ഇവിടെ മണൽ മണ്ണിൽ ഏകദേശം 600 ഏക്കറോളം പ്രദേശത്ത് കൃഷി ചെയ്യുന്ന രാമച്ചം ഒറ്റനോട്ടത്തിൽ നെൽവയലുകളാണെന്നേ തോന്നും. ഏകവർഷ വിളയായി വളരുന്ന ഈ സുഗന്ധ തൈല ഔഷധ സസ്യം വർഷക്കാലത്തെ വെള്ളക്കെട്ടും വേനലിലെ പൊള്ളുന്ന ചൂടും സഹിച്ചു വളരുന്നു. ഇത്തരമൊരു പരിതസ്ഥിതിയിൽ ഈ പ്രദേശത്ത് രാമച്ചം പോലെ അനുയോജ്യമായ ഒരു വിള ഇല്ലെന്നു തന്നെ പറയാം. ഈ മണൽ പ്രദേശത്ത് രാമച്ചത്തിൻ്റെ കൃഷിപ്പണികൾ മുഖ്യമായും നടക്കുന്നത് ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. ഈ സമയത്ത് ഇവിടെ എത്തിയാൽ ഒരേ പാടശേഖരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വിളവെടുപ്പ്, വേരുശേഖരണം, നിലമൊരുക്കൽ, അടുത്ത വിളയുടെ നടീൽ എന്നിവ തകൃതിയായി നടക്കുന്ന അപൂർവ കാഴ്ച കാണാം. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന കൃഷിപ്പണികൾ ഉച്ചവരെ നീളുന്നു. പൊരിയുന്ന ചൊരിമണലിൽ നിന്നുകൊണ്ട് അതിനുശേഷം ജോലി ചെയ്യുക അസാധ്യം. വേര് മുറിച്ചു മാറ്റിയ ചിനപ്പുകളാണ് നടീൽ വസ്തു. നല്ല ചിനപ്പുകൾ 4 ഇഞ്ച് നീളത്തിൽ മുറിച്ച് ചണച്ചാക്കുകളിലാക്കി നനച്ചു കൊടുക്കുന്നു. രണ്ട് 3 ദിവസത്തിനുള്ളിൽ മുള പൊട്ടുന്ന ചിനപ്പുകൾ നടുവാൻ ഉപയോഗിക്കുന്നു. വിളവെടുപ്പിന് ശേഷം കച്ചിയും മറ്റ് അവശിഷ്ടങ്ങളും പലയിടങ്ങളിലായി കൂട്ടിയിട്ട് കത്തിച്ച ശേഷം പാടം കണ്ടങ്ങളാക്കി തിരിച്ച് നടുവാൻ തയ്യാറാക്കുന്നു. മുള പൊട്ടിയ ചിനപ്പുകൾ അരയടി അകലത്തിൽ മണലിൽ പൂഴ്ത്തി നടുന്നു. മുളച്ചു പൊങ്ങുന്നതുവരെ ദിവസേന നനയ്ക്കുന്നു. 4-5 ദിവസം കഴിഞ്ഞാൽ നനയുടെ ഇടവേള കൂട്ടാം. മഴ ലഭിക്കുന്നതുവരെ ആവശ്യാനുസരണം നന തുടരുന്നു. നട്ട് 2-ാം മാസവും 4-ാം മാസവും ഏക്കറിന് 70 മുതൽ 80 കിലോ നിരക്കിൽ കടലപ്പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നു. 1-2 പ്രാവശ്യം കളയെടുപ്പ് നടത്തി മണ്ണണയ്ക്കുന്നു. തുടർന്ന് ഓഗസ്റ്റ്, സെപ്റ്റംബർ ആകുമ്പോൾ ഏക്കറിന് 150 മുതൽ 200 കിലോ ഫാക്ടം ഫോസ് കൂടി ചേർക്കുന്നതാണ് വളപ്രയോഗ രീതി. രാമച്ചപ്പുല്ലിൻ്റെ തലപ്പുകൾ ഇടയ്ക്കിടെ കോതുന്നത് കൂടുതൽ ചിനപ്പുകളുണ്ടാകാൻ സഹായിക്കും. ഒരു വർഷമാകുന്നതോടെ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ വിളവെടുക്കുന്നു. വേര് കിളച്ചെടുക്കുന്നതിനു മുൻപ് ഉണങ്ങിത്തുടങ്ങിയ ചെടികളുടെ തലപ്പ് മുറിച്ചുമാറ്റും. അതിനുശേഷം താഴ്ചയിൽ മണൽ കിളച്ചുമാറ്റി വേരു പൊട്ടാതെ കടകൾ പിഴുതെടുക്കുന്നു.
കടകൾ ചുഴറ്റിയുലച്ച് മണൽ നീക്കിയ ശേഷം വേര് മുറിച്ചെടുത്ത് ചെറിയ കെട്ടുകളാക്കുന്നു. ഇരുപത്തഞ്ച് കെട്ടുകൾ ഒന്നിച്ച് കയറിട്ടു കെട്ടി ബെയിലുകളാക്കി വിപണനം ചെയ്യുവാൻ തയ്യാറാക്കുന്നു. ഓരോ ബെയിലും 45 മുതൽ 50 കിലോ തൂക്കമുണ്ടാകും. ഒരേക്കറിൽ നിന്ന് 100 മുതൽ 150 കെട്ടുവരെ ലഭിക്കും. ഇതര വിളകൾ കൃഷി ചെയ്യുവാൻ ഉപയുക്തമല്ലാത്ത ഈ മണൽ മണ്ണിൽ വർഷങ്ങളായി രാമച്ചം കൃഷി ചെയ്യുന്ന ഇവിടുത്തെ കർഷകർ തികഞ്ഞ പ്രോത്സാഹനം അർഹിക്കുന്നു. കേരളത്തിൽ ഈ പ്രദേശത്തു മാത്രം കാണപ്പെടുന്ന ഈ പരമ്പരാഗത കൃഷി സംരക്ഷിക്കുവാനും ആദായകരമായി നിലനിർത്തിക്കൊണ്ടു പോകുവാനും പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്.